എല്ലാവർക്കും ടീച്ചറിന്റെ കേരളപ്പിറവി ദിനാശംസകൾ. എല്ലാവരും ഹാപ്പി ആയിരിക്കുവാണോ? ഇന്ന് എന്ത് വിശേഷ ദിവസമാണ്? കേരളപ്പിറവി അല്ലേ? നമ്മുടെ കേരളത്തിന്റെ ജന്മദിനമാണെന്ന് അല്ലേ? നമുക്ക് എല്ലാവർക്കും ജന്മദിനം ഉള്ളതുപോലെ ബർത്ത്ഡേ ഉള്ളതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിനും ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. എത്രാമത്തെ ബർത്ത്ഡേ ആണ് ടുഡേ? 65ാമത്തെ ബർത്ത്ഡേ ആണ്. 1956 ആണ് നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ടത് അല്ലെ? ഏതിന്റെ അടിസ്ഥാനത്തിൽ? ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് നിങ്ങൾ അഭിമാനം കൊള്ളുന്നുണ്ടല്ലോ അല്ലെ? യെസ്, നമ്മൾ എല്ലാവരും കേരളത്തിൽ ജനിച്ചത് കൊണ്ട് നല്ല അഭിമാനം കൊള്ളുന്നവരാണ് അല്ലേ? അപ്പോൾ അതിനാൽ ഈ നവംബർ 1 എന്താണ്? എല്ലാ വർഷവും നമ്മൾ കേരളപ്പിറവി ദിനമായി ആഘോഷിക്കുന്നു അല്ലേ? വിനോദസഞ്ചാരത്തിലും സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാടാണ് കേരളം എന്നും വിശേഷിക്കപ്പെടുന്നു അല്ലേ? യെസ്, നമ്മുടെ തനതായ കലാരൂപങ്ങളുടെ ഉറവിടമാണ് നമ്മുടെ കേരളം എന്നാണ് പറയപ്പെടുന്നത് അല്ലേ? ഏതൊരു കലാരൂപങ്ങളെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏതൊക്കെയാണ്? കഥകളി, ഓട്ടംതുള്ളൽ, വള്ളംകളി, പുലികളി, അങ്ങനെ ഒത്തിരി കലാരൂപങ്ങളുള്ള നാടാണ് നമ്മുടെ കേരളം. പിന്നീടോ പ്രകൃതി രമണീയമാണ് അല്ലേ? പ്രകൃതി രമണീയമാണ്. പച്ചപ്പാൽ, കംപ്ലീറ്റ് പച്ചപ്പാൽ സമ്പുഷ്ടമാണ് അല്ലേ? ദെൻ നമ്മുടെ കേരളീയ വൃക്ഷം കേരം എന്ന് പറയുന്നതാണ് തെങ്ങ് അല്ലേ? തെങ്ങ് കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ കേരളം അല്ലേ? അപ്പൊ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാം. നിങ്ങൾക്കും അറിയാം, ടീച്ചറിന് അറിയാം, നിങ്ങൾക്കും അറിയാവുന്ന ടീച്ചറിനെക്കാളും നിങ്ങൾക്ക് പറയാനൊക്കെ ഒത്തിരി കാണും അല്ലേ? ഓക്കെ, അങ്ങനെ കേരളപ്പിറവി ദിനമായ നവംബർ 1 ഒന്നുകൂടി ടീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും കേരളപ്പിറവിയുടെ ആശംസകൾ പറയുന്നു. നമ്മൾ സ്കൂളിൽ വരുന്ന ടൈം ആയിരുന്നെങ്കിൽ നമ്മൾ കേരളപ്പിറവി എങ്ങനെ ആഘോഷിക്കുമായിരുന്നു? നമ്മൾ എന്താണ് വസ്ത്രധാരണ രീതി? കേരള തനിമയുള്ള വസ്ത്രധാരണ രീതി അറിയാലോ. ആൺകുട്ടികൾ മുണ്ട് ഷർട്ടും ധരിക്കും, പെൺകുട്ടികൾ പട്ടുപാവാടയും ബ്ലൗസും പൂവൊക്കെ ചൂടി അല്ലേ? നല്ല ഭംഗിയായിട്ട് നമ്മൾ സ്കൂളിൽ വരുമായിരുന്നു. ഇപ്പോൾ നമുക്ക് അതിന് പറ്റുന്നില്ല, ഓൺലൈനിലാണ് അല്ലേ? അതുകൊണ്ട് എല്ലാവരും ഓൺലൈൻ ക്ലാസ് ആയിട്ടും എന്ത് ചെയ്യണം? ഓൺലൈൻ ക്ലാസ് ആയിരുന്നാലും നമ്മൾ ആഘോഷിക്കണം. നമ്മൾ ആഘോഷിക്കില്ലേ? ഓക്കെ, നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ് പിക്ചേഴ്സ് അല്ലെ, ഫോട്ടോസ് ഇടണം, ഗ്രൂപ്പിൽ ഫോട്ടോസ് ഒക്കെ ഇടണം. നമ്മുടെ കേരളത്തിലെ ചിത്രം വരച്ചതോ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ഇൻക്ലൂഡ് ചെയ്ത പിക്ചേഴ്സ് വരയ്ക്കണം. പിന്നെ അത് അടുത്ത് നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാം. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾ അടുത്ത് നിന്ന് എങ്ങനെ മീൻസ് പ്ലാന്റ്സ്, അങ്ങനെ നല്ല പച്ചപ്പ് തന്നെ സ്ഥലങ്ങളിൽ നിന്നുള്ള ഫോട്ടോസ്, കലാരൂപങ്ങൾ അടുത്ത് നിന്നുള്ള ഫോട്ടോസ്. പിന്നെ നിങ്ങൾ എന്താണ് കേരള തനിമയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഫോട്ടോസ്. ആൺകുട്ടികൾ മുണ്ട് ഷർട്ടും പെൺകുട്ടികൾ പട്ടുപാവാടയും ബ്ലൗസും പൂവൊക്കെ ചൂടി എല്ലാം ഭംഗിയായിട്ട് നിന്ന ഫോട്ടോസ് ഒക്കെ എടുത്ത്, മനോഹരമായ ഫോട്ടോസ് ഒക്കെ എടുത്ത് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണം കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ ചെയ്യുമല്ലോ അല്ലേ? നിങ്ങൾ എല്ലാവരും ചെയ്യണം. ഓക്കെ, ടീച്ചർ അത് പ്രതീക്ഷിക്കുന്നു. മറന്നു പോകരുത്. ഒന്നുകൂടെ ടീച്ചറിന്റെ കേരളപ്പിറവി ദിനാശംസകൾ അർപ്പിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു. മോർണിംഗ് എവരിവൺ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാണല്ലോ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുവാണല്ലേ, പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ്. യെസ്, അപ്പോൾ കേരളപ്പിറവി ദിനാശംസകൾ നേരുന്നു എല്ലാവർക്കും. കേരളപ്പിറവി ദിനാശംസകൾ. നമുക്ക് ഇംഗ്ലീഷിൽ പഠിച്ചുകൊണ്ടിരുന്നത് 1 and 4 ക്വസ്റ്റ്യൻസിലെ ആക്ടിവിറ്റീസ് ആയിരുന്നു, ടെക്സ്റ്റ് ബേസ്ഡ് ആക്ടിവിറ്റീസ് ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അതിന്റെ ബാക്കി കണ്ടിന്യൂ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇത് ചെയ്യാനുള്ളത്. അപ്പോൾ ടൈം കളയണ്ട, നമുക്ക് പഠിച്ചു തുടങ്ങാം. Okay, all of you take your textbook. Please listen here. Page number 28. 28. Okay, listening and speaking. Okay, first listen to a talk about penguins and answer the question. Listen to a talk about penguins and answer the questions. നിങ്ങൾ
പെൻഗ്വിൻസിനൊക്കെ കുറിച്ച് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, പെൻഗ്വിൻസിനെ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അറിയാനൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ. ഈ പെൻഗ്വിൻസ് എന്ന് പറയുന്നത് കനോട്ട് ഫ്ലൈ ആണ്. പെൻഗ്വിൻ ബേർഡ്സ് കനോട്ട് ഫ്ലൈ. ഓക്കെ, there are 70 different kinds of penguins in the world. നമ്മുടെ ലോകത്തിൽ 17 kinds of 17 തരത്തിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പെൻഗ്വിൻസ് നമ്മുടെ വേൾഡിൽ ഉണ്ട്. ഓക്കെ, then some penguins are quite large emperor penguins. There are the largest. They have an unusual way hatching eggs. They have an unusual way hatching eggs. Okay, the smallest penguins are the little blue penguins. അപ്പോൾ സ്മാളസ്റ്റ് പെൻഗ്വിൻസിനെയാണ് ലിറ്റിൽ ബ്ലൂ പെൻഗ്വിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പെൻഗ്വിൻസിനെ കുറിച്ച് പഠിച്ചത്? പെൻഗ്വിൻസ് ബേർഡ്സ് കനോട്ട് ഫ്ലൈ. There are 70 different kinds of penguins in the world. ഓക്കെ, പിന്നെന്തായിരുന്നു? The smallest penguins are the little blue penguins. Okay, sometimes they are called fairy penguins. They live on the coasts of Australia and New Zealand. അപ്പോൾ പെൻഗ്വിൻസിന് കനോട്ട് ഫ്ലൈ, പറക്കാൻ കഴിയില്ല. 70 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പെൻഗ്വിൻസ് ഇൻ ദ വേൾഡ്. നമ്മുടെ വേൾഡിൽ 70 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പെൻഗ്വിൻസ് ഉണ്ട്. ദെൻ പിന്നെന്താണ്? ദേ ഹാവ് ആൻ അൺയൂഷ്വൽ വേ ഹാച്ചിങ് എഗ്സ്. ദ സ്മോളസ്റ്റ് പെൻഗ്വിൻസ് ആർ ദ ലിറ്റിൽ ബ്ലൂ പെൻഗ്വിൻസ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, പെൻഗ്വിൻസ് ഫ്ലൈ ഫ്രം പ്ലേസ് ടു പ്ലേസ് ഇൻ വിൻ്റർ. പെൻഗ്വിൻസ് വിൻ്ററിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറക്കും എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആണോ ഫോൾസ് ആണോ? പെൻഗ്വിൻസ് കനോട്ട് ഫ്ലൈ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ പെൻഗ്വിൻസ് ഫ്ലൈ ഫ്രം പ്ലേസ് ടു പ്ലേസ് ഇൻ വിൻ്റർ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. Then how many kinds of penguins are there in the world? നമ്മുടെ വേൾഡിൽ എത്ര തരത്തിലുള്ള പെൻഗ്വിൻസ് ആണ് ഉള്ളത്? ഫസ്റ്റ് വൺ ഓപ്ഷൻ നോക്കൂ, 25, 17, 100. ഏതാണ്? 70 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പെൻഗ്വിൻസ് ഇൻ ദി വേൾഡ്. അപ്പോൾ ആൻസർ 17. ഓക്കെ, which are the largest penguin in the world? ലാർജസ്റ്റ് പെൻഗ്വിൻ എന്ന് പറയുന്നത് ഏതാണ്? ക്യൂൻ പെൻഗ്വിൻസ്, എംപറർ പെൻഗ്വിൻസ്, മിനിസ്റ്റർ പെൻഗ്വിൻസ്. ഏതാണ്? എംപറർ പെൻഗ്വിൻസ് ആണ് ലാർജസ്റ്റ് പെൻഗ്വിൻ എന്ന് പറയുന്നത്. ലാർജസ്റ്റ് പെൻഗ്വിൻ എംപറർ പെൻഗ്വിൻസ്. How does the male hatch the eggs? How does the male hatch the eggs? Options: by warming it with fire, by rolling it in snow, by covering it with his belly. Answer: by covering it with his belly ആണ് answer. Last one, the smallest penguin are called female penguins, little green penguins, little blue penguins. അപ്പോൾ സ്മാളസ്റ്റ് പെൻഗ്വിൻസിനെ the smallest penguins are the little blue penguins എന്ന് പറഞ്ഞു അല്ലേ ടീച്ചർ? അപ്പോൾ ആൻസർ എന്താണ്? little blue penguins. ഓക്കെ, നെക്സ്റ്റ് സ്പീക്കിംഗ്. ടു ആസ്ക് ഫോർ ഹെൽപ്പ് യൂസ് കുഡ് യു ആൻഡ് പ്ലീസ്. നമ്മൾ ഒരാളോട് ഒരു സഹായം, ഹെൽപ്പ് അഭ്യർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ കുഡ് യു അല്ലെങ്കിൽ പ്ലീസ് എന്നൊക്കെ ചേർത്താണ് നമ്മൾ ചോദിക്കാറല്ലേ. അപ്പോൾ കുഡ് യു പ്ലീസ് ടേക്ക് മീ അക്രോസ് ദ റിവർ? പുവാൻ ആസ്ക് ദ സ്നേക്ക്. നമ്മൾ സ്റ്റോറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ, കുഡ് യു പ്ലീസ് ടേക്ക് മീ അക്രോസ് ദ റിവർ? പ്ലീസ് ദയവ് ചെയ്തെന്നെ നമ്മുടെ റിവറിനെ അക്രോസ് ആക്കാവോ എന്ന് ആരാ ചോദിക്കുന്നത്? പുവാൻ ആസ്ക് ദ സ്നേക്ക്. സ്നേക്കിനോട് പുവാൻ ചോദിക്കുന്നുണ്ട് അല്ലേ, കുഡ് യു പ്ലീസ് ടേക്ക്
me across the river. Okay, next, Suresh, could you pick up the jar from the cupboard please? നിങ്ങൾ ദയവ് ചെയ്ത് ആ കബോർഡിൽ നിന്ന് ആ ജാറ് എടുക്കാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പീറ്റർ എന്താണ് ആൻസർ ചെയ്യുന്നത്? certainly എന്ന് തീർച്ചയായും എന്ന് പീറ്റർ ആൻസർ ചെയ്യുന്നു. കുഡ് യു, ദയവ് ചെയ്ത് നിങ്ങൾ ഒന്ന് ആ കബോർഡിൽ നിന്ന് ജാറ് എടുക്കാമോ? എന്താണ് പീറ്റർ ആൻസർ ചെയ്യുന്നത്? certainly. നെക്സ്റ്റ്, രേഖ, could you tell me where the amusement park is? ദയവ് ചെയ്ത് നിങ്ങൾക്ക് പറയാമോ അമ്യൂസ്മെൻറ്റ് പാർക്ക് എവിടെയാണ് എന്ന്? മിസ്റ്റർ ഗോയൽ എന്താണ് റിപ്ലൈ ചെയ്യുന്നത്? ഐ എം സോറി, ഐ ഡോണ്ട് നോ വെയർ ഇറ്റ് ഈസ്. ക്ഷമിക്കണം, എനിക്ക് അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ വെയർ ഇറ്റ് ഈസ്, അതെവിടെയാണ് എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ. ദെൻ വെൻ സംവൺ ആസ്ക് ഫോർ ഹെൽപ്പ്, നമ്മോട് ഒരാൾ ഹെൽപ്പ് ചോദിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ്? ടു ഓഫർ ഹെൽപ്പ്, സേ ഷുവർ, certainly, of course. നമ്മൾ ഒരു ഹെൽപ്പ് ഓഫർ ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ തിരിച്ച് റിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഷുവർ, തീർച്ചയായും, അല്ലെങ്കിൽ certainly, of course എന്നൊക്കെ പറയാം. ടു റിഫ്യൂസ് ഹെൽപ്പ്, നമ്മളൊരു ഹെൽപ്പിനെ റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയാം? സോറി, ഐ കാൺട്ട്, I had loved to but എന്നൊക്കെയാണ് പറയേണ്ടത്. ഓക്കെ. ദെൻ values and life skill. Write about any 5 people you would like to meet. Now number the people in the order of priority. That is, the person you would like to meet the most will be number 1, number all 5 people. എന്താണ് നിങ്ങൾ മീറ്റ് ചെയ്യാൻ, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ നമുക്ക് അതിൽ കാണും അല്ലേ? നമ്മൾ അവരെ കാണണം എന്നുള്ളതൊക്കെ ചിലപ്പോൾ ഫിലിം സ്റ്റാർസിനെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിന്, അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എന്താണ് ആഗ്രഹം തോന്നാറുണ്ട് അല്ലേ ചിലവരെ കാണണമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രയോറിറ്റി നമ്മൾ മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന ആൾ, രണ്ടാമത് കാണാൻ ആഗ്രഹിക്കുന്നത്, മൂന്നാമത് കാണാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ 5 ആൾക്കാരെ എഴുതണം. എങ്ങനെയാണ്? ഫസ്റ്റ് നമ്പർ 1 പ്രയോറിറ്റി നമ്പർ, ഫസ്റ്റ് മുൻഗണനയിൽ ആദ്യം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയെയാണ് എന്നെഴുതാം. നെക്സ്റ്റ് 2 നമ്പർ ഇട്ടിട്ട് ഇയാളിനെയാണ്. അങ്ങനെ 5 പേരെ, 5 പേരെ എന്താണ് നോട്ടിൽ എഴുതുക. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന 5 പേരെ കുറിച്ച് നിങ്ങളുടെ നോട്ടിൽ എഴുതുക. ഓക്കെ, നമുക്കിത് ഗൂഗിൾ മീറ്റിൽ വരുമ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. ഫൺ ടൈം. What would you like to become when you grow up? Imagine yourself doing very well in your profession and becoming rich. What all would you like to do when you become rich? Which all places would you like to visit? Write about all these things in your scrapbook and paste related pictures. എന്നാണ് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റിയാണ്. നിങ്ങളെന്താണ് നിങ്ങൾക്ക് ഓരോ ആംബിഷൻസ് കാണും അല്ലേ? നിങ്ങൾക്കൊരു എയിം കാണും, എനിക്ക് ഇന്നതാകണം, ഇന്നൊരു ലക്ഷ്യമുണ്ട് എന്നൊക്കെ നമ്മളിപ്പോഴേ പറയാറുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ നിങ്ങൾ വലുതായതിനു ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷനിൽ നിങ്ങളെത്തി ബിക്കം റിച്ച്, നിങ്ങളൊരു ഒരു റിച്ച് മാനായിട്ട് മാറി എന്ന് സങ്കല്പിക്കുക, ഇമാജിൻ ചെയ്യുക. വാട്ട് വിൽ യു ലൈക്ക് ടു ഡു വെൻ യു ആർ ബിക്കം റിച്ച്? നിങ്ങളെങ്ങനെയാണ് റിച്ച് ആയത്? നിങ്ങൾ കടന്നു വന്ന വഴികൾ, പിന്നെ നിങ്ങൾ ഏതൊക്കെ പ്ലേസസ് ആണ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ള നിങ്ങളുടേതായ കാഴ്ചപ്പാട്, നിങ്ങളുടേതായ ലോകം അല്ലേ, നിങ്ങളുടെ വേർഡ്. അപ്പോൾ എന്ത് ചെയ്യുക? അതിനെ നോട്ടിലെഴുതുക. നിങ്ങൾ എന്താവാനാണ് ആഗ്രഹിച്ചത്? നിങ്ങളെന്താണ് വലുതാവുമ്പോൾ, വലിയൊരു റിച്ച് മാൻ ആവുമ്പോൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പിന്നെ നിങ്ങളുടെ എയിമും ആംബിഷൻ്റെയൊക്കെ റിലേറ്റഡ് പിക്ചേഴ്സൊക്കെ പേസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഈ ആക്ടിവിറ്റി എല്ലാവരും ചെയ്യുക. Okay, all of you take your notebook. Activity ആണ്. What do you like to become when you grow up? Imagine yourself doing very well in your profession and becoming rich. What will
what all would you like to do when you become rich? Which place would you like to visit? അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷനിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു, നല്ലൊരു റിച്ച് മാനായിട്ട് മാറിക്കഴിഞ്ഞു. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടേതായ സെൻറ്റൻസിൽ എഴുതുക. റിലേറ്റഡ് പിക്ചേഴ്സൊക്കെ കിട്ടുമെങ്കിൽ അതൊക്കെ പേസ്റ്റ് ചെയ്യുക നോട്ടിൽ. ഓക്കെ, നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് നവംബർ 1 കേരള പിറവി ദിവസം. 1956 നവംബർ 1 കേരള പിറവി ദിവസം. അപ്പൊ എല്ലാ വർഷവും നവംബർ 1 നമ്മൾ എന്താ കേരള പിറവി ദിവസം ആഘോഷിക്കും. അപ്പോൾ നിങ്ങളെ ക്ലാസ് ടീച്ചർ നിങ്ങൾക്ക് ആക്ടിവിറ്റിയൊക്കെ തരും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. നമ്മളിപ്പോൾ GK പഠിക്കാൻ പോവാണ്. GKയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ലെസൺ ഏതായിരുന്നു? കൺട്രീസ്, ക്യാപിറ്റൽസ് ആൻഡ് കറൻസീസ്. കൺട്രി പഠിച്ചു, ക്യാപിറ്റൽ പഠിച്ചു, കറൻസീസും പഠിച്ചു. അപ്പോൾ അതിന് കുറച്ച് നോട്ടാണ് ഇന്ന് എഴുതാൻ പോകുന്നത്. നമുക്ക് നോട്ടിലേക്ക് പോയാലോ? നോട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലെസൺ 5ലേതാണ്. ആ ലെസണിൽ നമ്മൾ എന്താ പഠിച്ചത്? കൺട്രീസ് പഠിച്ചു, ആ കൺട്രീസിൻ്റെ ക്യാപിറ്റൽസ് പഠിച്ചു, കറൻസീസും പഠിച്ചു അല്ലേ? കുറച്ച് രാജ്യങ്ങൾ പഠിച്ചു, അതിൻ്റെ തലസ്ഥാനങ്ങൾ പഠിച്ചു, കറൻസികളും പഠിച്ചു. അപ്പോൾ അതിൽ ആദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ്. ഇവിടെ കുറച്ച് കൺട്രീസിൻ്റെ പേരുകൾ തന്നിട്ടുണ്ട്, രാജ്യങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽസിൻ്റെ പേരും തന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ടുള്ളത് നിങ്ങൾ മാച്ച് ചെയ്യണം. ഓക്കെ, അപ്പം ആദ്യം ഏത് രാജ്യമാണ്? ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ഇംഗ്ലണ്ടിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ലണ്ടൻ. LONDON, ലണ്ടൻ. അപ്പോൾ എന്താ? ഇംഗ്ലണ്ടും ലണ്ടനും കൂടി മാച്ച് ചെയ്യണം. ഇംഗ്ലണ്ടും ലണ്ടൻ. ഇംഗ്ലണ്ടിൻ്റെ ക്യാപിറ്റൽ ലണ്ടനാണ്. നെക്സ്റ്റ് അഫ്ഗാനിസ്ഥാൻ. അടുത്ത ഏത് രാജ്യമാണ്? അഫ്ഗാനിസ്ഥാൻ. അതിൻ്റെ തലസ്ഥാനം ഏതാണ്? കാബൂൾ. KABUL, കാബൂൾ. അപ്പോൾ എന്താ? അഫ്ഗാനിസ്ഥാനും കാബൂളും തമ്മിൽ മാച്ച് ചെയ്യുക. നെക്സ്റ്റ് റഷ്യ. RUSSIA, റഷ്യ. മോസ്കോ. MOSCOW. അപ്പോൾ റഷ്യയും മോസ്കോയും തമ്മിൽ മാച്ച് ചെയ്യണം. നെക്സ്റ്റ് ഓസ്ട്രേലിയയുടെ തലസ്ഥാനം ക്യാപിറ്റൽ ഏതാണ്? കാൻബറ. CANBERRA, കാൻബറ. നെക്സ്റ്റ് കാനഡ. CANADA, കാനഡ. ക്യാപിറ്റൽ ഏതാ? ഒട്ടവ. OTTAWA, ഒട്ടവ. നെക്സ്റ്റ് ഈജിപ്ത്. EGYPT, ഈജിപ്ത്. കെയ്റോ. CAIRO, കെയ്റോ. ഈജിപ്തിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? കെയ്റോ. അപ്പോൾ ഈജിപ്തും കെയ്റോയും തമ്മിൽ മാച്ച് ചെയ്യുക. നെക്സ്റ്റ് മെക്സിക്കോ. MEXICO, മെക്സിക്കോ. മെക്സിക്കോയുടെ ക്യാപിറ്റൽ ഏതാണ്? മെക്സിക്കോ സിറ്റി. ഈസിയാണ് അല്ലേ? മെക്സിക്കോ എന്ന് എഴുതണം, സിറ്റി കൂടെ എഴുതണം. ജപ്പാൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ടോക്കിയോ. TOKYO, ടോക്കിയോ. അപ്പം നിങ്ങളിത് മാച്ച് ചെയ്യണം. രാജ്യങ്ങളും തലസ്ഥാനങ്ങളും തമ്മിൽ മാച്ച് ചെയ്യണം. ഇനി അടുത്തത് മാച്ച് ദ കൺട്രീസ് ആൻഡ് ഇറ്റ്സ് കറൻസീസ്. രാജ്യങ്ങളും അതിൻ്റെ കറൻസീസുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ളത് മാച്ച് ചെയ്യണം. ഓസ്ട്രേലിയയുടെ കറൻസി ഏതാണ്? ഓസ്ട്രേലിയൻ ഡോളർ. അപ്പോൾ ഓസ്ട്രേലിയൻ ഡോളറുമായിട്ട് മാച്ച് ചെയ്യണം. ഓസ്ട്രേലിയ എന്ന് എഴുതി NDOLLAR, ഓസ്ട്രേലിയൻ ഡോളർ. അപ്പോൾ ഓസ്ട്രേലിയൻ ഡോളറും കൂടെ മാച്ച് ചെയ്യുക. നെക്സ്റ്റ് കാനഡയുടെ കറൻസി ഏതാണ്? കനേഡിയൻ ഡോളർ. കാനഡയുടെ കറൻസി ഏതാണ്? കനേഡിയൻ ഡോളർ. അപ്പം കാനഡയും കനേഡിയൻ ഡോളറും കൂടി മാച്ച് ചെയ്യുക. നെക്സ്റ്റ് നെക്സ്റ്റ് എന്താ? ഈജിപ്തിൻ്റെ കറൻസി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഈജിപ്ഷ്യൻ പൗണ്ട്. ഈജിപ്ത് എന്ന് എഴുതി IAN, പൗണ്ട്. POUND, ഈജിപ്ഷ്യൻ പൗണ്ട്.
നെക്സ്റ്റ് മെക്സിക്കോ. മെക്സിക്കോയുടെ കറൻസി ഏതാണ്? മെക്സിക്കൻ പെസോ. MEXICANPESO മെക്സിക്കൻ പെസോ. ജപ്പാൻ JAPAN ജപ്പാൻ. ജപ്പാൻ്റെ കറൻസി ഏതാണ്? YEN. ദ USA യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതിൻ്റെ കറൻസി ഏതാണ്? ഡോളറാണ്. ദ USA ഡോളറാണ് USA കറൻസി. ഇപ്പം നമ്മൾ നേരത്തെ ഡോളർ പഠിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഡോളർ പഠിച്ചു, കനേഡിയൻ ഡോളർ പഠിച്ചു. അപ്പോൾ അതിലൊക്കെ ഡോളർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡോളർ നമ്മളിവിടെ എഴുതിയാൽ മതി. ദ USA കറൻസി ഈസ് ഡോളർ. DOLLAR. നെക്സ്റ്റ് മ്യാൻമർ എന്ന രാജ്യത്തിൻ്റെ കറൻസി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ക്യാറ്റാണ്. ക്യാറ്റ്. KYAT ക്യാറ്റ്. അപ്പം മ്യാൻമറും ക്യാറ്റും തമ്മിൽ മാച്ച് ചെയ്യണം. നെക്സ്റ്റ് ചൈന CHINA. ചൈനയുടെ ക്യാപിറ്റൽ ഏതാണ്? റെൻമിൻബി. അപ്പം ചൈനയും റെൻമിൻബിയായിട്ട് നിങ്ങൾ മാച്ച് ചെയ്യണം. അപ്പോൾ എന്താണ് നിങ്ങളിത് നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതണം. കാണാതെ പഠിക്കണം കേട്ടോ. രാജ്യങ്ങളുടെ പേര്, കറൻസിയുടെ പേര്, അതുപോലെ ക്യാപിറ്റൽസിൻ്റെ പേര് കാണാതെ പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിലും കുറച്ചുണ്ട്. അപ്പോൾ നിങ്ങളും അത് വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ ചിൽഡ്രൻ, ബൈ. ഗുഡ് മോർണിംഗ്. അപ്പോൾ സോഷ്യൽ സയൻസിലാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാപ്പിനെ കുറിച്ചൊക്കെ പഠിച്ചല്ലേ. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ടൈം കളയണ്ട, നമുക്ക് പഠിച്ചു തുടങ്ങാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. Okay, all of you take your textbook. Please listen here. Page number 126 edukku 1 to 6. Okay. Color keys. Color keys helps us to study various features of the earth. Different colors are used for different features. Generally, physical maps have color keys which explain the meaning of the colors and give details about the height and depth of the seas, land and oceans. In a map, generally the oceans are represented by blue mountains and higher landforms by brown, plateau by orange or yellow and plains by the green color. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്നത് കളർ കീസിനെ കുറിച്ചാണ്. കളർ കീസ്. ഓക്കെ. കളർ കീസ് ഹെൽപ്പ് us ടു സ്റ്റഡി വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത്. കളർ കീസ് അതായത് ഭൂമിയുടെ വിവിധ സവിശേഷതകളെക്കുറിച്ച്, വേരിയസ് ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കാൻ നമ്മുടെ കളർ കീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്. ഓരോ ഫീച്ചേഴ്സിനും വ്യത്യസ്തമായ സവിശേഷതകൾ കാണിക്കാൻ വ്യത്യസ്തമായ നിറങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ജനറലി ഫിസിക്കൽ മാപ്പ് ഹാവ് കളർ കീസ് which explain the meaning of the color and give details about the height and depth of the seas, land and oceans. പിന്നെ എന്താണ് പറയുന്നത്? സാധാരണയായി ഫിസിക്കൽ മാപ്സിൽ കളർ കീസ് ഉണ്ട്. അത് നിറങ്ങളുടെ അർത്ഥം വിശദീകരിക്കുന്നു. ഓരോ നിറത്തിനും ഓരോ അർത്ഥമായിരിക്കും. കടലുകളുടെയും സീസിൻ്റെയും സമുദ്രങ്ങളുടെയും ഉയരവും, അതായത് ഹൈറ്റും ഡെപ്തും, ഉയരവും ആഴവും സംബന്ധിച്ച ഡീറ്റെയിൽസാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. In a map, generally the oceans are represented by blue. ഓഷ്യൻസ് എന്ന് പറയുമ്പോൾ ബ്ലൂ കളറാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബ്ലൂ കളറിലുള്ളത് ഓഷ്യനാണ്. മൗണ്ടെയിൻ ആൻഡ് ഹയർ ലാൻഡ് ഫോംസ് ബൈ ബ്രൗൺ. മൗണ്ടെയിൻസിനും ഹയർ ലാൻഡ് ഫോംസിനും ബ്രൗൺ കളർ. പ്ലാറ്റ്യൂ ബൈ ഓറഞ്ച് ഓർ യെല്ലോ കളർ. ആൻഡ് പ്ലെയിൻസ് ബൈ ഗ്രീൻ കളർ. പ്ലെയിൻസിന് ഗ്രീൻ കളറാണ്. അപ്പോൾ ഓരോ കളറും ഓരോന്നിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഷ്യൻസ് റെപ്രസെൻറ്റഡ് കളർ ഏതാണ്? ബ്ലൂ ആണ്. മൗണ്ടെയിൻസ് ആൻഡ് ഹയർ ലാൻഡ് ഫോംസ് ബൈ ബ്രൗൺ, പ്ലാറ്റ്യൂ ബൈ ഓറഞ്ച് ഓർ യെല്ലോ,
explained by green color. Okay, next, difference between a globe and a map. ഗ്ലോബും മാപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഡിഫറൻസ് ആണ്. ഓക്കെ, ഗ്ലോബ് ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ റിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എർത്ത്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ക്യാരി. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ റെഫറൻസ്. ഇതാണ് ഫസ്റ്റ് ഗ്ലോബാണ് അല്ലേ. ഇറ്റ് ഈസ് റിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എർത്താണ്, യഥാർത്ഥത്തിലുള്ളത് റിയൽ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ, എർത്തിനെ കുറിച്ചുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് നമുക്ക് ഗ്ലോബിൽ നിന്ന് കിട്ടുന്നത്. ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ക്യാരി. ഇതെന്താണ്, കുറച്ച് ഡിഫിക്കൾട്ടാണ് അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടാണത് ക്യാരി ചെയ്യാനായിട്ട്, അതിൽ കൊണ്ട് നടക്കാനോ അങ്ങനെയൊന്നും നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ റെഫറൻസ്. ഇതെന്താണ്, ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഗ്ലോബ്. ദെൻ മാപ്പ്, ഇറ്റ് ഷോ ദ എർത്ത് on a flat surface. It show the earth on a flat surface. ഇത് പരന്ന സർഫസിൽ എർത്തിനെ കാണിക്കുന്നു. അതായത് ഒരു പരന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിലാണ് നമുക്ക് എർത്തിനെ കാണിക്കുന്നത്. ഇറ്റ് ഈസ് ഈസി ടു ക്യാരി. ഇറ്റ് ഈസ് ഈസി ടു ക്യാരി. മാപ്പ് എന്ന് പറയുമ്പോൾ അത് എളുപ്പമാണ് അല്ലേ, കൈകാര്യം ചെയ്യാനും കൊണ്ട് നടക്കാനും കൊണ്ട് പോകാനൊക്കെ. ഇറ്റ് ഈസ് ഈസി ടു ക്യാരി. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റെഫറൻസ് ആസ് വെൽ ആസ് പ്രാക്ടീസ്. ഇതാണ് റെഫറൻസിനും പ്രാക്ടീസിനും ഇത് ഉപയോഗിക്കാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റെഫറൻസ് ആസ് വെൽ ആസ് പ്രാക്ടീസ്. ഓക്കെ, നെക്സ്റ്റ്, ഡു യു നോ. നമ്മൾ ഈ ലെസണിൽ പഠിച്ചതായ കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ളൊരു ചെറിയ പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് ഒന്ന് നോക്കിയത്, ദ വേർഡ് ഗ്ലോബ് കംസ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ഗ്ലോബസ്. അപ്പോൾ ഈ ഗ്ലോബ് എന്ന വേർഡ് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ലാറ്റിൻ വേർഡായ ഗ്ലോബസ് എന്ന വാക്കിൽ നിന്നാണ് ഗ്ലോബ് എന്ന വാക്ക് നമ്മൾക്ക് ലഭിച്ചത്. മീനിങ് റൗണ്ട് മാസ് ഓർ സ്പിയർ. ഇതിൻ്റെ മീനിങ് റൗണ്ട് മാസ് അല്ലെങ്കിൽ സ്പിയർ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. Then an atlas, a book of map, is named after the Greek mythological character Atlas shown holding the whole earth on his back. Okay, the first globes were made by the Greeks. The first globes made by the Greek. First globe made ചെയ്തത്, നിർമ്മിതമായത് എവിടെ നിന്നാണ്? ഗ്രീക്സിൽ നിന്നാണ്. Then let's recall a miniature model of the earth is called a globe. ഇപ്പോൾ ഒരു ഭൂമിയുടെ ഒരു ചെറിയ മാതൃകയാണ് നമ്മുടെ ഗ്ലോബ്. മിനിയേച്ചർ മോഡൽ ഓഫ് ദി എർത്ത് ഈസ് കോൾഡ് എ ഗ്ലോബ്. അപ്പോൾ ഗ്ലോബ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? മിനിയേച്ചർ മോഡൽ ഓഫ് ദി എർത്ത് ഈസ് കോൾഡ് എ ഗ്ലോബ്. The earth is actually a spear-shaped ball bulging on two sides. എന്താണ് ഭൂമി യഥാർത്ഥത്തിൽ എങ്ങനെയാണ്, ആക്ച്വലി എങ്ങനെയാണ് ഇരിക്കുന്നത്? സ്പിയർ ഷേപ്ഡ് ബോൾ ബൾജിങ് ഓൺ ടു സൈഡ്സ്. ഒരു ഗോളാകൃതിയിലുള്ള ബോൾ രണ്ട് വശങ്ങളിലായി വീർത്ത പോലെയാണ് ഇരിക്കുന്നത്. The imaginary line equator divides the globe equally. ഇമാജിനറി ലൈൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇമാജിനറി ലൈൻസ് ഭൂമധ്യരേഖ ഭൂഗോളത്തെ ഈക്വലായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മാപ്സ് ആർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എർത്ത് ഓൺ എ ഫ്ലാറ്റ് സർഫസ്. മാപ്സ് ആർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എർത്ത് ഓൺ എ ഫ്ലാറ്റ് സർഫസ്. പരന്ന പ്രതലത്തിൽ ഭൂമിയെ എന്താണ് പ്രതിനിധാനം ചെയ്യുന്നവയാണ് ഭൂപടങ്ങൾ. അപ്പോൾ വാട്ട് ഈസ് മാപ്പ് എന്ന് വെച്ചാൽ മാപ്സ് ആർ റെപ്രസെൻറ്റേഷൻസ് ഓഫ് ദി എർത്ത് ഓൺ എ ഫ്ലാറ്റ് സർഫസ്. ഫ്ലാറ്റ് സർഫസ് ആയിട്ടുള്ള പരന്ന പ്രതലത്തിൽ എർത്തിനെ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഭൂപടങ്ങൾ അല്ലെങ്കിൽ മാപ്സ് എന്ന് പറയുന്നത്. Then color keys are used to give details about the landsforms and water bodies. കളർ കീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. കളർ കീസ് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആകുന്നത്? നമ്മുടെ ഭൂപ്രകൃതിയെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ജലാശയങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാനായിട്ട് കളർ കീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭൂപ്രകൃതിയെയും
ജലാശയങ്ങളെക്കുറിച്ചുമൊക്കെ ഉള്ള വിശദാംശങ്ങൾ നൽകാൻ നമ്മുടെ കളർ കീസിന് കഴിയും. ഡീറ്റെയിൽസ് അബൌട്ട് ദി ലാൻഡ് ഫോംസ് ആൻഡ് വാട്ടർ ബോഡീസ്. ഓക്കെ, നെക്സ്റ്റ്, അറ്റ്ലസ് ഈസ് എ ബുക്ക് ദാറ്റ് കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ്. എന്താണ് അറ്റ്ലസ്? അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ്, വ്യത്യസ്ത തരം മാപ്സിനെ കുറിച്ച് ഉൾപ്പെടുന്ന പുസ്തകമാണ്. വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ്, ഒരു ബുക്കാണ് അറ്റ്ലസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ്, കാർട്ടോഗ്രാഫേഴ്സ് ആർ മാപ്പ് മേക്കേഴ്സ്. കാർട്ടോഗ്രാഫേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പീപ്പിൾ ഹൂ മേക്ക് മാപ്സ് ആർ കാൾഡ് കാർട്ടോഗ്രാഫേഴ്സ്. പീപ്പിൾ ഹൂ മേക്ക് മാപ്സ് ആർ കാൾഡ് കാർട്ടോഗ്രാഫേഴ്സ്. അപ്പോൾ കാർട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? മാപ്പ് മേക്കേഴ്സ് ആണ്. ഭൂപട നിർമ്മിക്കുന്നവരെയാണ് ഭൂപടം നിർമ്മിക്കുന്നവരെയാണ് കാർട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, all of you take your notebooks. Difference between a globe and a map. അപ്പോൾ മാപ്പിനെ കുറിച്ചും ഗ്ലോബിനെ കുറിച്ചും ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമുക്കിന്ന് നോട്ടിൽ എഴുതാനുള്ളത്. ഓക്കെ, ഗ്ലോബ്, ഇറ്റ് ഈസ് എ റിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി എർത്ത്. It is difficult to carry. It can be used only for reference. It is a real representation of the earth. ഒരു യഥാർത്ഥത്തിലുള്ള റിയൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ്, എർത്തിനെ കുറിച്ചുള്ള റെപ്രസെൻറ്റേഷൻ ആണ് നമുക്ക് ഗ്ലോബിലൂടെ ലഭിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്യാരി, നമുക്ക് കൊണ്ടുപോകാനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ റെഫറൻസ്. ഒരു റെഫറൻസിന് മാത്രമായിട്ടാണ് നമ്മൾ ഗ്ലോബുകൾ യൂസ് ചെയ്യുന്നത്. മാപ്പ് എന്താണ്? ഇറ്റ് ഷോ ദ എർത്ത് ഓൺ എ ഫ്ലാറ്റ് സർഫസ്. ഇറ്റ് ഈസ് ഈസി ടു ക്യാരി. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റെഫറൻസ് ആസ് വെൽ ആസ് പ്രാക്ടീസ്. ഇത് റെഫറൻസിനും പ്രാക്ടീസിനുമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് ലൈനൊക്കെ ടച്ച് ചെയ്ത് നീറ്റായിട്ട് നോട്ട് എഴുതി ടീച്ചറിനെ കാണിക്കുക. ഓക്കെ.